ലീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. അതൃപ്തി പരസ്യമാക്കി വീണ്ടും കെ മുരളീധരൻ. തൃശൂരിൽ മത്സരിച്ചത് തനിക്ക് പറ്റിയ തെറ്റ്, ഒരു പദവിയും വേണ്ടെന്നും ഇനി മത്സരിക്കാനില്ലെന്നും മുരളീധരൻ. തൃശൂരിൽ അന്വേഷണമെന്ന KPCC നിർദ്ദേശത്തിന് മുരളിയുടെ പരിഹാസം. തൃശൂരിൽ നേതൃത്വത്തിനെതിരെ ഇന്നും പോസ്റ്ററുകൾ. തിരുവനന്തപുരത്ത് DCC അധ്യക്ഷൻ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഹൈക്കമാൻഡിന് ശശി തരൂരിന്റെ പരാതി. രാഹുൽ ഗാന്ധി വയനാട് വിടും, റായ്ബറേലി നിലനിർത്താൻ പ്രവർത്തക സമിതിയിൽ ധാരണ. വയനാട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക്. രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന് പ്രവർത്തക സമിതിയിൽ പ്രമേയം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. വകുപ്പുകളെ ചൊല്ലി സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത തുടരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക BJP യോഗം ദില്ലിയിൽ. ആവശ്യങ്ങളിൽ ഉറച്ചു JDUവും TDPയും. രാഹുൽ ഗാന്ധി വയനാട് വിടും, റായ്ബറേലി നിലനിർത്താൻ പ്രവർത്തക സമിതിയിൽ ധാരണ. വയനാട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക്. രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന് പ്രവർത്തക സമിതിയിൽ പ്രമേയം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. വകുപ്പുകളെ ചൊല്ലി സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത തുടരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക BJP യോഗം ദില്ലിയിൽ. ആവശ്യങ്ങളിൽ ഉറച്ചു JDUവും TDPയും. നീറ്റ് പ്രവേശന പരീക്ഷാ വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രം. പരീക്ഷ പേപ്പർ ചോർന്നിട്ടില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നും വിശദീകരണം. രാജ്യസഭാ സീറ്റ് ചർച്ചകളിലേക്ക് കടന്ന് LDF. CPIയുമായും കേരള കോൺഗ്രസുമായും ചർച്ച നടത്തി CPIM. ചർച്ചകളിലൂടെ സുഗമമായ തീരുമാനമെടുക്കാൻ കഴിവുള്ള മുന്നണിയാണ് LDF എന്ന് ബിനോയ് വിശ്വം. LDF വിടുമെന്ന വാർത്തകൾ തള്ളി ജോസ് കെ മാണി. T20 ലോകകപ്പിൽ അട്ടിമറി തുടരുന്നു. ന്യൂസിലൻഡിനെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാൻ. ശ്രീലങ്കയെ തകർത്ത് ബംഗ്ലാദേശ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ തുടർച്ചയായ മൂന്നാം കിരീടം ലക്ഷ്യമിട്ട് ഇഗ സാൻട്വിക്. ഫൈനലിൽ എതിരാളി ജാസ്മിൻ പൌളീനി. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് മൂലങ്കാവ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി. അഡീഷണൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംഭവ സ്ഥലത്തെത്തി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. KMCC യോഗത്തിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി ലീഗ്. 11 നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. കുവൈറ്റ് KMCC ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്ത് അടക്കമുള്ളവർക്കെതിരെയാണ് ലീഗ് നേതൃത്വം നടപടി സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്ന് തീരുമാനിക്കുന്നതിൽ KPCCക്ക് റോളില്ലെന്ന് K സുധാകരൻ. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും K സുധാകരൻ. ആലപ്പുഴയിൽ 1 വയസ്സുകാരന് അമ്മയുടെ ക്രൂരമർദ്ദനം. മാന്നാർ സ്വദേശിനി അനീഷയാണ് സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചത്. അതേസമയം കുഞ്ഞിന്റെ പിതാവ് മുജീബ് വിവാഹ തട്ടിപ്പുകാരനെന്ന് പോലീസ്. വയനാട് മൂപ്പൈനാടിൽ വീണ്ടും പുലിയുടെ ആക്രമണം. ഇന്നലെ രാത്രിയാണ് മൂപ്പൈനാട് ലക്കിയിൽ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായത്. മനാഫ് KK എന്ന കർഷകന്റെ ശിരോഹി ഇനത്തിൽപ്പെട്ട ഒരാടിനെ പുലി കൊല്ലുകയായിരുന്നു. എറണാകുളം പാലാരിവട്ടത്ത് കാൽ സ്ലാബിനിടയിൽ കുരുങ്ങിയ അപകടം. കാൽനടയാത്രക്കാരിയായ സ്ത്രീയാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരെത്തി സ്ലാബ് മാറ്റി യുവതിയെ രക്ഷിക്കുകയായിരുന്നു.
കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് നഗരസഭയുടെ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. സമിതി ആസ്ഥാനത്ത് ആരംഭിച്ച ശിശുക്ഷേമം ആർട്സ് അക്കാദമിയുടെ പ്രവേശനോദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു മേയർ. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്തത് ചതിയായി പോയെന്ന് ആനി രാജ. മറ്റൊരു സീറ്റിലും താൻ മത്സരിക്കുന്നുവെന്ന് രാഹുൽ വെളിപ്പെടുത്തണമായിരുന്നുവെന്നും ആനി രാജ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നടപ്പാത ഇടിഞ്ഞു താഴ്ന്നു. നടപ്പാതയുടെ താഴ്ഭാഗത്തെ കല്ലും മണ്ണും പൂർണ്ണമായി ഇളകി നീങ്ങിയ നിലയിൽ. ഇടിഞ്ഞതിന് സമീപഭാഗവും അപകടാവസ്ഥയിൽ. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. AR ക്യാമ്പിലെ ഡ്രൈവറായ സുധീഷാണ് മരിച്ചത്. വീട്ടിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. കുടുംബച്ചെലവ് കുത്തനെ ഉയർത്തി പച്ചക്കറി വില കുതിച്ചുയരുന്നു. തക്കാളി, പച്ചമുളക്, ബീൻസ്, പാവയ്ക്ക തുടങ്ങിയവയ്ക്ക് സംസ്ഥാനത്ത് ഏറെ ആവശ്യക്കാരുള്ള എല്ലാ ഇനങ്ങൾക്കും 15 മുതൽ 50 മുതൽ 60 രൂപ വരെ വർദ്ധിച്ചെന്ന് കച്ചവടക്കാർ. തലശ്ശേരി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കൺവെൻഷൻ ഞായറാഴ്ച ന്യൂമാഹി മലയാള കലാഗ്രാമത്തിൽ ചേരും. രാവിലെ 10-ന് സംസ്ഥാന സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്ത കേരളം ശുചീകരണ പരിപാടി സംഘടിപ്പിച്ച് NGO യൂണിയൻ. കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരത്ത് ശുചീകരണം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KSRTC ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകൾ തമ്മിലിടിച്ച് 11 പേർക്ക് പരിക്ക്. ഇന്നലെ 6:30 എഴുകോണിലായിരുന്നു അപകടം. കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് നിയന്ത്രണം തെറ്റി എതിർദിശയിൽ വന്ന ഓർഡിനറി ബസ്സിലിടിക്കുകയായിരുന്നു. കൊല്ലത്ത് ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ഡ്രൈവർ ഉടൻ വാഹനം നിർത്തിയതിനാൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബെല്ലടിച്ചിടത്ത് ബസ് നിർത്താത്തതിനെ തുടർന്ന് ഡ്രൈവറെ ആക്രമിച്ച് യാത്രക്കാരൻ. അപ്രതീക്ഷിത ആക്രമണത്തിൽ ഡ്രൈവർ പതറിപ്പോയപ്പോൾ ബസ് റോഡിൽ നിന്ന് 5 മീറ്റർ ദൂരത്തിൽ തെന്നിമാറി. സംഭവം കോഴിക്കോട് തിരുവമ്പാടിയിൽ. KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായിരുന്ന +2 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്ക് 2 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് 6 മാസം സാധാരണ തടവും അനുഭവിക്കണം. മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഡ്രോൺ നിർമ്മിച്ച് മെക്കാനിക്കൽ വിദ്യാർത്ഥി മൾട്ടിപർപ്പസ് ഡ്രോണിന്റെ വിജയപറക്കൽ പൂർത്തിയാക്കിയ സന്തോഷത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥി വൈഷ്ണവ്. കോന്നി ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചിലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് യോഗത്തിൽ തീരുമാനം. ആനസവാരി ആരംഭിക്കുന്നതിനും തീരുമാനം. പച്ചപുതച്ച ഇടുക്കിയെ കൂടുതൽ ഹരിതാഭമാക്കി നവകേരളം കർമ്മ പദ്ധതിയുടെ ഹരിത കേരളം പച്ചത്തുരുത്തുകൾ. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ജില്ലയിൽ 73 പച്ചത്തുരുത്തുകളാണ് നിലവിലുള്ളത്. കളിക്കുന്നതിനിടയിൽ കിടപ്പുമുറിയുടെ വാതിൽ ലോക്കായി അകത്തു കുടുങ്ങിയ 2 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി മീഞ്ചന്ത അഗ്നിരക്ഷാസേന. ഒളവണ്ണ കുന്നത്തുപാലത്ത് ലാൻഡ്മാർക്ക് മാപ്പിളിന്റെ 2ാം നിലയിലെ ഫ്ളാറ്റിലാണ് വെള്ളിയാഴ്ച റമീസ് മുംതാസ് ദമ്പതികളുടെ മകൻ അകപ്പെട്ടത്.
മനുഷ്യനിർമ്മിത മണ്ണുമലയായ കോട്ടമല ഉയർത്തുന്ന അപകട സാധ്യതകൾ നേരിട്ടറിയാൻ കുന്നത്തുനാട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തി. നിലവിൽ മതിൽ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ തഹസിൽദാർ നിർദ്ദേശിച്ചു. മലയാളി യുവാവിന് ന്യൂസിലൻഡ് പോലീസിൽ നിയമനം. അയ്യമ്പുഴ പഞ്ചായത്ത് ചുള്ളി അറക്കൽ വീട്ടിൽ ബിജുവിന്റെയും റീത്തയുടെയും മകൻ റിജുമോനാണ് നിയമനം ലഭിച്ചത്. മുംബൈ പോലീസിന്റെ പേരിൽ 65കാരനെ ഫോണിൽ ഭീഷണിപ്പെടുത്തി 4.9 ലക്ഷം രൂപ തട്ടിയെടുത്ത സൈബർ തട്ടിപ്പ് സംഘം. താനൂർ സ്വദേശി ഹനീഫയ്ക്കാണ് പണം നഷ്ടമായത്. സ്വകാര്യ വ്യക്തി റോഡ് തോട് പുറമ്പോക്കുകൾ കയ്യേറിയതായി പരാതി. വെമ്പായം കിടങ്ങയം പെട്രോൾ പമ്പിന് എതിർവശത്തായി കടകളും കെട്ടിടവും നിർമ്മിക്കുന്ന വ്യക്തി പുറമ്പോക്ക് കയ്യേറിയതായി കിടങ്ങയം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി പരാതി നൽകി. മെട്രോ സ്റ്റേഷന് മുന്നിൽ ഊബർ ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ആലുവ പോലീസ് കേസെടുത്തു. ആലുവ ചുണങ്ങംവേലി സ്വദേശികളായ നിസാർ, അബൂബക്കർ, അശോകപുരം സ്വദേശി ഉണ്ണി എന്നിവർക്കെതിരെയാണ് കേസ്. ഇവർ ഒളിവിലാണ്. ഉത്തർപ്രദേശിലെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ കുഞ്ഞ് മരിച്ചു. മുസഫർ നഗർ സ്വദേശികളുടെ മകൾ മറിയമ്മയാണ് മരിച്ചത്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ബൈജൂസിന്റെ ഓഹരികളുടെ നിലവിലെ മൂല്യം 0 സാമ്പത്തിക സ്ഥാപനമായ HSBCയുടെ ഗവേഷണ റിപ്പോർട്ട്. $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന കമ്പനിയായിരുന്നു ബൈജൂസ്. ബൈജൂസിന്റെ നിക്ഷേപ കമ്പനിയായ പ്രോസസിന്റെ 10% ഓഹരികൾക്ക് HSBC 0 മൂല്യം നൽകി. ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന മേധ പട്കറിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ശിക്ഷ വിധിക്കുന്നത് അടുത്ത മാസം 1 മാറ്റി. ഗുജറാത്തിൽ ഒരു NGOയ്ക്ക് നേതൃത്വം നൽകുന്ന വേളയിലാണ് സക്സേനയ്ക്കെതിരെ മേധ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയത്. രംഗറെഡ്ഡിയിൽ 2 യുവാക്കൾ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ BJP നേതാവ് അടക്കം 6 പേർ കസ്റ്റഡിയിൽ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും BJP നേതാവുമായ ജൽക്കം രവി, ഇയാളുടെ കൂട്ടാളികൾ എന്നിവരാണ് പിടിയിലായത്. ഈ വർഷം ഓഗസ്റ്റ് 18 മുതൽ ബംഗളൂരുവിലെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനും ലണ്ടൻ ഗാറ്റ്വേക്കിനും ഇടയിൽ നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ. UK-യിലെ 2ാമത്തെ വലിയ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. കങ്കണ റണാവത്തിന്റെ മുഖത്തടിച്ച CISF കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെ പിന്തുണച്ച് സഹോദരനും കർഷക നേതാവുമായ ഷേർ സിംഗ് മഹിവാൽ. സംഭവത്തിൽ കൗറിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി ഷേർ സിംഗ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. BJP എതിർത്താലും മുസ്ലിം സംവരണം ആന്ധ്രാപ്രദേശിൽ തുടരുമെന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ മകനും TDP നേതാവുമായ നാരാ ലോകേഷ്. സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ 20 കൊല്ലമായി തുടർന്നു വരുന്നതാണെന്നും അതിൽ ഇനിയും മാറ്റമില്ലാതെ ഉറച്ചു മുന്നോട്ടു പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. TDPക്കും JDUവിനും മുന്നറിയിപ്പുമായി ശിവസേന നേതാവ് ആദിത്യ താക്കറെ. സ്പീക്കർ സ്ഥാനം സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം BJP നിങ്ങളുടെ പാർട്ടികളെ പിളർത്തുമെന്നാണ് ആദിത്യയുടെ മുന്നറിയിപ്പ്. സുനിത വില്യംസിനെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിനെയും വഹിച്ചുള്ള ബോയിംഗ് സ്റ്റാർലൈനർ വ്യാഴാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി ഡോക്ക് ചെയ്തു. ലാൻഡ് ചെയ്യവേ സുനിതയുടെ ഡാൻസ് ദൃശ്യങ്ങൾ വൈറലായി.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂലൈ 24-ന് വാഷിംഗ്ടൺ DC-യിൽ US സാമാജികരെ അഭിസംബോധന ചെയ്യാനൊരുങ്ങുന്നു. ഇസ്രായേൽ ഗാസ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നെതന്യാഹു കോൺഗ്രസിന്റെ ഇരുസഭകളോടും സെനറ്റിനോടും ജനപ്രതിനിധി സഭയോടും സംസാരിക്കുമെന്ന് അറിയിച്ചു. തായ്വാനിൽ 6 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകളും കണ്ടെത്തിയതായി ദേശീയ പ്രതിരോധ മന്ത്രാലയം. തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി ഒരു ചൈനീസ് ഡ്രോൺ കണ്ടെത്തിയിട്ടുണ്ട്. സുഡാൻ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ഗസീര സംസ്ഥാനത്തെ വാദ് അൽനൌറ ഗ്രാമത്തിൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. ഡിസംബറിൽ വാദ് മദാനി നഗരം പിടിച്ചെടുത്ത ശേഷം RSF നടത്തുന്ന അക്രമ പരമ്പരയിൽ ഒടുവിലെത്തിയതാണിത്. റഷ്യയിലെ എണ്ണ സംസ്കരണശാലയിലേക്കും സംഭരണശാലയിലേക്കും ഉക്രൈൻ ഡ്രോൺ ആക്രമണം. അതിർത്തിക്ക് സമീപം റെസ്തോവ് മേഖലയിലെ എണ്ണ സംസ്കരണശാലയിലേക്കാണ് ആക്രമണമുണ്ടായത്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് 4 ദിവസം നീളുന്ന തെരഞ്ഞെടുപ്പിന് തുടക്കമായി. 27 അംഗങ്ങളിൽ നെതർലൻഡ്സ് ആണ് ഒറ്റ ദിവസം വോട്ടിംഗ് നടത്തുന്ന ആദ്യ രാജ്യം. ചെങ്കടലിനും അറബിക്കടലിനും 3 കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതികൾ. ചെങ്കടലിൽ റോസ, വാൻഡേജ് ഡ്രീം എന്നീ 2 കപ്പലുകൾക്കു നേരെയും അറബിക്കടലിൽ അമേരിക്കൻ പതാക വഹിക്കുന്ന മെസ്ക് ഡെസിറ്റോളിനെതിരെയുമാണ് ആക്രമണം നടത്തിയത്. GCCയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ നടത്തിയ IPL ഫ്രീ ഹിറ്റ് പ്രെഡിക്റ്റ് ആൻഡ് വിൻ പദ്ധതിയിലെ വിജയികളെ പ്രഖ്യാപിച്ചു. മാർച്ചിൽ IPLനോടനുബന്ധിച്ച് UAEയിലും സൗദിയിലുമായി നടത്തിയ മത്സരത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ UAEക്ക് കീഴിൽ ഗൾഫ് മോഡൽ സ്കൂളിൽ കുട്ടി മലയാളം ക്ലബ്ബ് രൂപീകരിച്ചു. മലയാളം മിഷൻ കുട്ടി മലയാളം ക്ലബ്ബിന്റെ ഉദ്ഘാടനം കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ബഹ്റൈൻ പ്രതിഭയുടെ പപ്പൻ ചിരന്തന അന്തർദേശീയ നാടക പുരസ്കാരത്തിനുള്ള രചനകൾ ക്ഷണിച്ചു. ഇന്ത്യയിലെ നാടകരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ജൂറിയാണ് രചനകൾ തിരഞ്ഞെടുക്കുക. മലയാളം മിഷൻ അബുദാബി ചാപ്റ്ററിന് കീഴിൽ മലയാളം മിഷൻ പാഠ്യപദ്ധതി പ്രകാരം നടന്നുവരുന്ന സൗജന്യ മലയാളം പഠന ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്ഷണിച്ചു. മലയാളം മിഷന്റെ പുതിയ ബാച്ചുകളിലേക്ക് തങ്ങളുടെ കുട്ടികളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 15-നകം ബന്ധപ്പെടണമെന്ന് മലയാളം മിഷൻ അബുദാബി ചാപ്റ്റർ സെക്രട്ടറി സഫറുള്ള പാലപ്പെട്ടി അറിയിച്ചു. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി മലാസേരിയുടെ കീഴിൽ ലൈബ്രറി ആരംഭിച്ചു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ A. ശിവദാസൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. റിയാദ് കേളി കുടുംബവേദി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ലീന കോടിയത്ത്, സുരേഷ് കുവോട്, നീന നാദിർഷാ, മകൻ നിഹാൽ എന്നിവർക്ക് കേളി കുടുംബവേദി യാത്രയയപ്പ് നൽകി. കുടുംബവേദി മുൻ ട്രഷററായി ചുമതല വഹിച്ചിട്ടുള്ള ലീന കോടിയത്ത് കേളി കുടുംബവേദി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ശക്തി തിയേറ്റേഴ്സ് അബുദാബിയുടെയും കേരള സോഷ്യൽ സെന്ററിന്റെയും സജീവ പ്രവർത്തകരായ ഗോവിന്ദൻ നമ്പൂതിരിക്കും സിന്ധുജി നമ്പൂതിരിക്കും യാത്രയയപ്പ് നൽകി. കേരള സോഷ്യൽ സെന്റർ, ശക്തി തിയേറ്റേഴ്സ് അബുദാബി, യുവകലാസാഹിതി, ഫ്രണ്ട്സ് ADMS എന്നീ സംഘടനകൾ സംയുക്തമായാണ് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്.
അബുദാബി ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ജയറാം റായ് പ്രസിഡന്റായും രാജേഷ് ശ്രീധരൻ ജനറൽ സെക്രട്ടറിയായും ദിനേശ് പൊതുവാൾ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. അബുദാബി സംസ്ഥാന KMCC സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ മേള എജു ഫെസ്റ്റീവ് ജൂൺ 9 ഞായറാഴ്ച അബുദാബി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബനിയാസിൽ വെച്ച് നടക്കും. മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൈരളി സലാലയും അൽ റാസി മെഡിക്കൽ സെന്ററും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ മലയാളികളും മറ്റു രാജ്യക്കാരും പങ്കെടുത്തു. തൃശൂർ നാട്ടുകൂട്ടം കുടുംബസംഗമവും കലാ സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ദമാമിലെ ജീവകാരുണ്യ സംഘടനയായ സയോൺ യൂത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദമാം കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ വനിതകളടക്കം 100ഓളം പേർ പങ്കെടുത്തു. ഹജ്ജ് കർമ്മത്തിനായി സൗദിയിലെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. ഇന്നലെ വരെ 1.2 ലക്ഷം തീർത്ഥാടകരാണ് എത്തിയത്. ഇവരിൽ 1.18 ലക്ഷം പേർ മക്കയിലും ശേഷിച്ചവർ മദീനയിലുമാണ് ഉള്ളത്. സംവിധായകൻ വിജേഷ് മണി സംവിധാനം ചെയ്യുന്ന ഡോക്യുഫിക്ഷൻ മൂവിയായ വെളിച്ചപ്പാട് ദ റിവീലർ ഓഫ് ലൈറ്റ് ചിത്രീകരണം പൂർത്തിയായി. 3 മാസമായി പല ഘട്ടങ്ങളിൽ നടന്നിരുന്ന ചിത്രീകരണം പാലക്കാട്ടെ ഉത്സവങ്ങളുടെ അവസാന ഉത്സവമായ അഞ്ചുമൂർത്തി മംഗലം ക്ഷേത്രവേലയോടെ ചിത്രം പൂർത്തിയായി. അന്നു കപൂർ ചിത്രം ഹമാരെ ബാരയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് കർണാടക സർക്കാർ. സംസ്ഥാനത്ത് 2 ആഴ്ചത്തേക്കോ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെയോ ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. കൽക്കി 2898 AD അശ്വത്ഥാത്മാവായി അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. അശ്വത്ഥാമാവ് എന്ന ബച്ചന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്ററിനൊപ്പം അവന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നുവെന്ന കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. തുപ്പാക്കി വീണ്ടും തിയേറ്ററുകളിലേക്ക്. വിജയുടെ 50ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് മറ്റു ചില ഹിറ്റ് ചിത്രങ്ങളും റീ റിലീസിനൊരുങ്ങുകയാണെന്ന് റിപ്പോർട്ട്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.